കുറ്റിപ്പുറത്ത് ഇന്ന് നടന്ന അപകടത്തിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഭീകരത എത്രയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മതി. ഒരു ബസ് കൃത്യമായ ആ ബസ് രണ്ട് ഭാഗമായി ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് അതിലുള്ളത്. അതിൻ്റെ ഈ ഒരു ദൃശ്യം കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഭീകരത എന്താണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കൃത്യമായി ആ ബസ് അമിത വേഗതയിൽ വരുന്നു, പിന്നീട് നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുള്ള ഡിവൈഡറിൽ ഇടിച്ച് അത് തലകീഴായി മറിഞ്ഞ് ചേസ് വേറെയും ബോഡി വേറെയുമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനകത്തുള്ള യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നു, ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ഭീകരത എത്രയാണെന്നുള്ളത് ഈ ഒരു ബസ്സിൻ്റെ നിലവിലെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാമെന്ന് തോന്നുന്നു. ഈ ബസ്സിൻ്റെ ഒരു ഭാഗവും ഇനി കേടുവരാൻ ബാക്കിയില്ല. അത്രയേറെ വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബസ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന അക്ഷരാർത്ഥത്തിൽ പറയുന്ന പോലെയാണ് നമുക്ക് ഈ ബസ് ഇവിടുന്ന് കാണുമ്പോൾ തോന്നുന്നത്. അതിൻ്റെ മുൻഭാഗമാണ് ഇത്. അത് തലകീഴായി മറിഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിൽ തലകീഴായി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ട്. അതിലൊരാൾ കണ്ടക്ടറാണെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കുണ്ട്. വൈഷ്ണവ് എന്ന് പറയുന്ന ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി പേര് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡിൻ്റെ അപാകത എല്ലാം പ്രശ്നങ്ങളായി പറയുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ മഴയുള്ളൊരു സമയമായിരുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ അമിത വേഗതയിൽ വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും വലിയ ഒരു അപകടം തന്നെയാണ് കുറ്റിപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ ഈ കാണുന്ന ബസ്. പൂർണ്ണമായും അത് തകർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ പലരും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നുണ്ട്. അതിൻ്റെ ഭീകരത ആ ദൃശ്യങ്ങളിൽ തന്നെ CCTV ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തമാണ്. ഇപ്പോൾ ഈ ബസ്സിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നും എല്ലാം തന്നെ അത് വ്യക്തമാണ്. അൻഡ്രൂബിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം. ബസ് കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. വലിയ ഒരു അപകടമാണ് സംഭവിച്ചത്. ആ ബസ്സിൻ്റെ ചേസ് വേറെയും ബോഡി വേറെയുമായി വേർപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ ബസ്സിൻ്റെ ചേസാണ്. അത് ഇത്രയേറെ ബെൻഡായി പോകുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ചെന്ന് അത്രയേറെ വലിയ രീതിയിലാണ് ചെന്ന് ഇടിച്ചിട്ടുള്ളത്. ഡിവൈഡറിൽ ചെന്ന് ഇടിച്ചതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ബെൻഡാകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത് ബോഡിയിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. ഈ ചേസിൻ്റെ ഒരു ഭാഗമാണ് ചെന്ന് ആ അടിഭാഗം ഡിവൈഡറിൽ ചെന്ന് ഇടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടിയാണ് ഈ ചേസ് ബെൻഡായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ടയർ ഉൾപ്പെടെയുള്ളവ തെറിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ഒരു അപകടം സംഭവിച്ചു എന്നതിൻ്റെ ആ അപകടത്തിൻ്റെ തീവ്രതയും വ്യാപ്തിയും വ്യക്തമാക്കുന്നതാണ് ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളത്. അതിൻ്റെ ബോഡി മറ്റൊരു വശത്തേക്ക് ബോഡിയും ഈ ചേസും തമ്മിൽ വേർപെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് രണ്ട് സ്ഥലത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു അപകടമാണ് ഇപ്പോൾ കുറ്റിപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ശക്തമായ മഴ ഉള്ള സമയമായിരുന്നു. അത്യാവശ്യം സ്പീഡിൽ വരുന്ന ബസ് പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ഈ അതിവേഗത്തിൽ ഇത്തരത്തിൽ ഈ സമീപത്തുള്ള റോഡ്, അതായത് ദേശീയപാതയ്ക്ക് സമീപത്തുള്ള ഡിവൈഡറിൽ ചെന്ന് ഇടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ ചേസിൻ്റെ ഈ ഭാഗം ഇത്രയേറെ ബെൻഡായി വരിക എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഇടിയാണ് ചെന്ന് ഇടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ടയറും ഒക്കെ അത്യാവശ്യം തേഞ്ഞിട്ടുള്ള ഒരു ടയർ കൂടിയാണ് എന്നുള്ളതാണ്. ഏതായാലും ഗുരുതരമായിട്ടുള്ള അപകടം, ഏറ്റവും വലിയ ഒരു അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ടയറെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതായത് ടയറൊക്കെ അടക്കം ചെന്ന് ഇടിച്ചതാണ്. ആ ഡിവൈഡറിൽ ചെന്ന് ഇടിച്ചതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അത്തരത്തിൽ വലിയ ഒരു അപകടം ആണ് ഈ കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഈ ബസ്സിൻ്റെ ബോഡിയും ചേസുമൊക്കെ സെപ്പറേറ്റായി പോകുന്ന തരത്തിലേക്ക് അത്രയും ആഘാതത്തിലാണ് ചെന്ന് ഇടിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പ് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇനി ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ പോലീസ് ഈ ബസ്സിൽ നിന്നുള്ള CCTVയുടെ DVR ഉൾപ്പെടെയുള്ളവ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ അപകടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഏതെങ്കിലും നടക്കേണ്ടതുണ്ട്. ബസ്സിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാറിന് മുകളിലേക്കാണ് ഈ ബസ് വന്ന് വീണത് എന്നുള്ളത്. ആ കാറാണിത്. ഈ കാർ നേരത്തെ അപകടം പറ്റി ഈ ബസ് ഇവിടെ ദേശീയപാതക്കരികിൽ നിർത്തിയിട്ടിരുന്നൊരു കാറായിരുന്നു. ആ കാറിന് മുകളിലേക്കായിരുന്നു വന്ന് ബസ് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വലിയൊരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ അപകടത്തിൽ ഒരാൾ മരണപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. മൂന്ന് പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പലരും പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അൻഡ്രൂബിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.